ഖാലൂ അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹീം. അവിടെ 62-ാമത്തെ ആയത്തിൽ ഖാലൂ, അവിടെ മദ് മുൻഫസിലാണ്. ഖാലു മദ്ദിന്റെ അക്ഷരായ വാവ് അവിടെ വന്നു ഹംസക്ക് മുമ്പിൽ. അപ്പൊ അവിടെ 5 ഹർക്കത്തിന്റെ അളവിൽ എന്ത് ചെയ്യണം? ഓതണം. അതേപോലെ അഅൻത, അഅൻത നമ്മള് ആവർത്തിച്ചു പറഞ്ഞാണ്. എന്താണ്? സുക്കൂനില്ലല്ലോ അവിടെ, ഇഖ്ഫ ആണ്. ഇഖ്ഫ അവ്യക്തമായി ആണ് എന്ത് ചെയ്യേണ്ടത്? ഓതണ്ട. അഅൻത നൂനു സാക്കിനക്ക് ശേഷം അവിടെ എന്ത് ചെയ്തു? താവ് വന്നു. അതേപോലെ മദ്ദു മുൻഫസിൽ കൊണ്ട് യാ ഇബ്രാഹിം, അവിടെ യാ ഏതാണ് മദ്ദിന്റെ അക്ഷരം? അലിഫാണ് അവിടെ. യാ ഇബ്രാഹിം, അവിടെയും മദ്ദിന്റെ നിയമമാണ്. 5 ഹർക്കത്തിന്റെ അളവിൽ എന്ത് ചെയ്യണം? ഓതണം. ഖാലൂ അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം. قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. അവിടെ ഇൻകാനു, അവിടെ ഇഖ്ഫാണ്. നൂനു സാക്കിനക്ക് ശേഷം കാഫ്. യൻതിഖൂൻ നൂനു സാക്കിനക്ക് ശേഷം അവിടെ താ, അവിടെയൊക്കെ ഇഖ്ഫ ആണ്. അപ്പോൾ അവിടെ സുക്കൂന് വെളിവാക്കാതെ അവ്യക്തമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. ഫറജഊ ഇലാ അൻഫുസിഹിം, അവിടെ ഫറജഊ, അവിടെയും മദ് മുൻഫസിലാണ്. മദ്ദിന്റെ അക്ഷരം വാവാണ്. പിന്നെ ഹംസക്ക് മുമ്പിലാണ് അത് വന്നത്. പിന്നെ വീണ്ടും ഇലാ അൻഫുസിഹിം, വീണ്ടും അവിടെ മദ് മുൻഫസിലാണ്. അൻഫുസിഹിം, അവിടെയും നൂനു സാക്കിന, ഫായിന് മുമ്പ് എന്ത് ചെയ്തു? നൂനു സാക്കിന അവിടെ വന്നു. അവിടെയും ഇഖ്ഫ ആണ്. ഫഖാലൂ ഇന്നകും അൻതുമുദ് ളാലിമൂൻ. അവിടെ ഫഖാലു, അവിടെയും മദ് മുൻഫസിലാണ്. മദ്ദിന്റെ അക്ഷരായ വാവ് വന്നു. അപ്പൊ അവിടെ ഫഖാലു ഇന്നകും അൻതുമുദ് ളാലിമൂൻ. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. അവിടെ ലഖദ് നമ്മൾ പറഞ്ഞു ഹുറൂഫുൽ ഖൽഖലയാണ്. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ അവസാനം പഠിച്ചു വന്ന ഭാഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദഅവയുടെ പ്രബോധനത്തിലെ വളരെ സുപ്രധാനമായ ആയത്തുകളാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഖൗമ് ഒരു ഉത്സവത്തിന് പോയി വരുമ്പോൾ അദ്ദേഹം അവരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തു വെച്ചു. അവരുടെ അസ്നാമുകളെ, വിഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്തു? തുണ്ടം തുണ്ടമാക്കി വെട്ടി നുറുക്കിയിട്ടു. അങ്ങനെ അവര് വന്നപ്പോ അവര് ഈ കാഴ്ചകളാണ് അവർ കണ്ടത്. അതിൽ നിന്ന് അവർ ചോദിച്ച ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഖാലു മൻ ഫഅല ഹാദാ, ഇത് ആരാണ് പ്രവർത്തിച്ചത്? ഈ പണി ആരാണ് ഇവിടെ എടുത്തത്? ഞങ്ങളെ വിഗ്രഹങ്ങളെ ബി ആലിഹത്തിന, ഞങ്ങളെ ബിംബങ്ങളെ കൊണ്ട്, അസ്നാമുകളെ കൊണ്ട് ഈ ചെയ്തി ആരാണ് ഇവിടെ ചെയ്തു വെച്ചത്? ഇന്നഹു ലമീന ളാലിമീൻ, തീർച്ചയായും അവൻ എന്താണ്? ളാലിമുകളിൽപ്പെട്ടവനാണ് അവൻ, അക്രമികളിൽപ്പെട്ടവനാണ് അവൻ.
കാലു, അപ്പോഴാണ് വേറെ ചില ആൾക്കാർ പറഞ്ഞത് സമിഅന ഫത്തൻ, ഒരു ചെറുപ്പക്കാരനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഫത്തൻ എന്നതിനെ നമ്മൾ വിശദീകരിച്ചു. ഒരു യുവാവിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യദ്കുറുഹും, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷേപിച്ച് പറയുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ട്? ആലിഹത്തുകളെ പറ്റി. അത് ആരാധിക്കാൻ പറ്റൂല, ഇത് ആരാധിക്കാൻ കൊള്ളുന്നതല്ല, ഇതൊരു ലുറോ ഒരു നഫ്ഓ ഒന്നും ഉപകാരപ്പെടുത്താത്തതാണ്, ഇതിനൊക്കെ ഇങ്ങനെ പിന്നെ എതിർത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി ഞങ്ങൾ കേട്ടിരിക്കുന്നു. യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നു പേര് പറയപ്പെടുന്ന ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ പിന്നെ മറ്റുള്ള ആളുകൾ കൂടി ഖാലു ഫതു ബിഹി, അവനെ കൊണ്ടുവരി. എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അലാ അഅ്യുനിന്നാസ്, നമുക്ക് സ്വകാര്യമായിട്ട് അവനെ കൈകാര്യം ചെയ്യല്ല ചെയ്യേണ്ടത്, എല്ലാവരുടെയും ദൃഷ്ടിയിൽ കൊണ്ടുവരാം. കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, പബ്ലിക്കായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അവനെ ചോദ്യം ചെയ്യണം. ലഅല്ലഹും യശ്ഹദൂൻ, അവരൊക്കെ അതിന് സാക്ഷിയാണ്. ശിക്ഷക്ക് വേണ്ടി ഇനി ഒരാൾ ഇതിന് മുതിരാത്ത രൂപത്തിൽ ഇബ്രാഹിമിനെ ഒരു മാതൃകാപരമായി അവരെന്ത് ചെയ്യണം, ശിക്ഷിക്കുകയാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഇത് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം എന്നാണ്. ഇനി അടുത്തൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? 62-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ പുതിയതായിട്ട് എടുക്കാനുള്ളത്. നോക്കി, 62-ാമത്തെ ആയത്തില് ഖാലു. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരാനൊക്കെ പറഞ്ഞല്ലോ, ജനദൃഷ്ടിയിൽ പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി ചോദ്യം ചെയ്യലാണ്. അതാണ് ഖാലു എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു, അവര് ചോദിച്ചു. അൻത എന്ന് പറഞ്ഞാൽ, അൻത എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്നാണല്ലോ അർത്ഥം, താങ്കൾ, നീ. അൻത എന്ന് പറഞ്ഞാലോ നീ ആണോന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഹംസത്തുൽ ഇസ്തിഫാം, ഉണ്ടോ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ എന്ത് ചെയ്യും, അറബിയിൽ ഹംസ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ അൻത എന്ന് ഒറ്റക്ക് നിൽക്കുമ്പോ നീ എന്നാണ് അർത്ഥം. അൻത എന്നായാൽ എന്തായി, നീ ആണോ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരോടാണ് ക്വസ്റ്റ്യൻ? ചോദ്യം നാട്ടുകാർ ഇബ്രാഹിം നബിനോടാണ്. അൻത, നീ ആണോ, ഫഅൽത ഹാദാ, ഫഅൽത എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിച്ചു, നീ ചെയ്തു. ഫഅൽത ഹാദാ, ഇത് ചെയ്തത്. അപ്പൊ അൻത ഫഅൽത ഹാദാ, നീയാണോ ഇത് ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞാൽ ഇത് നശിപ്പിച്ചത്, ഈ ബിംബങ്ങളെല്ലാം, ഞങ്ങളെ അസ്നാമുകളെല്ലാം ഈ പണി ചെയ്തു വെച്ചത് നീയാണ്. ബി ആലിഹത്തിന, നമ്മുടെ ആരാധ്യന്മാരെ കൊണ്ട്, ആരാധ്യന്മാരെ, നമ്മുടെ വിഗ്രഹങ്ങളെ ഈ പണി ചെയ്തു വെച്ചത് നീയാണോ? അൻത ഫഅൽത ഹാദാ ബി ആലിഹത്തിന യാ ഇബ്രാഹിം. യാ ഇബ്രാഹിം എന്ന് പറഞ്ഞാല് ഇബ്രാഹിമേ, നമ്മൾ പറഞ്ഞ ആ വിളിയാണെന്ത്, യാ. യാ എന്ന അക്ഷരം ഹർഫു നിദാ എന്നാണ് പറയാ, വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് അറബിയിൽ. യാ നമ്മള് പേരിന്റെ കൂടെ എന്ന് ചേർത്ത് വിളിക്കില്ല, മുഹമ്മദേ എന്ന്. എന്നാൽ അറബിയിൽ എന്ത് വിളിക്കും? മുഹമ്മദേ എന്നല്ലല്ലോ വിളിക്കുക. യാ മുഹമ്മദ്, യാ അബ്ദല്ലാ എന്നാണ് വിളിക്കുക. അപ്പൊ യാ ഇബ്രാഹിം, നാട്ടുകാരെ വിളിക്കാണ്. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ ചോദിക്കണം, എന്താണ്? ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ ഇത് ചെയ്തു വെച്ചത് എന്ന് പബ്ലിക്കായിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇബ്രാഹിം നബി ഇത് ആഗ്രഹിച്ചതായിരുന്നു, ഇതിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചില നീക്കുപോക്കുകൾ. അപ്പോ സ്വാഭാവികമായിട്ടും നാട്ടുകാർ മൊത്തം ഇവിടെ കാണുകയാണ്, നാട്ടുകാർ മൊത്തം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ പരിപാടി ഇവർ ചെയ്യണത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി അവന്റെ ഉത്തരം എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് മനോഹരായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അദ്ദേഹം അതിന്റെ ഉത്തരം പറയണെന്ത്, കാല. ഇതാരാണ്? 63-ാമത്തെ ആയത്തിൽ കാല എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉത്തരം കൊടുക്കാണ് ഈ നാട്ടുകാർക്ക് മൊത്തം. എന്താണ് കാല? അദ്ദേഹം പറഞ്ഞു, ബൽ എന്നാൽ, അല്ലെങ്കിൽ പക്ഷേ, ഫഅലഹു അത് ചെയ്തു, അത് പ്രവർത്തിച്ചു. ആരാ പ്രവർത്തിച്ചത്? കബീറുഹും. കബീർ ആരാണ്? വലിയവൻ. അവരിൽ വലിയവനാണ് അത് ചെയ്തത്. ആരാണ് ആ വലിയവൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ, ഒരു വലിയവന്റെ വലിയൊരു വിഗ്രഹത്തെ മാത്രം തച്ചുടച്ചില്ല. ഇബ്രാഹിം നബി മഴു അതിന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ചോദിക്കാൻ വന്നപ്പോ നാട്ടുകാരെ സാക്ഷിയാക്കി ഇബ്രാഹിം നബി ഈ സമുദായത്തോട് പറയാണ്, അവരിലെ വലിയവനാണ് എന്ത് ചെയ്തത്, ഈ പണിയൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആ വലിയവനാണ് ഇത് ചെയ്തത്, ഹാദാ ഇവനാണ് ഇത് ചെയ്തത്. ഫസ്അലൂഹും
സഅല എന്ന് പറഞ്ഞാല് ചോദിച്ചു എന്നാണ്. ഇസ്അൽ നീ ചോദിക്കാം, ഫസ്അലൂ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഹും അവരോട്. എന്നാൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ. ആരോടാണത്? ഈ തുണ്ടം തുണ്ടമായി കിടക്കുന്ന വിഗ്രഹങ്ങളോട്. പിന്നെ ഇൻകാനു യന്തിഖൂൻ, ഇൻകാനു അവരാണെങ്കിൽ, യന്തിഖൂൻ നതഖ എന്ന് പറഞ്ഞാല് സംസാരിച്ചു എന്നാണ്, സംസാരിച്ചു. യന്തിഖൂ എന്ന് പറഞ്ഞാല് അവര് സംസാരിക്കുന്നു എന്നാണ്. ഇൻകാനു യന്തിഖൂ എന്ന് പറഞ്ഞാല് അവര് സംസാരിക്കുകയാണെങ്കിൽ. ഇതൊരു വളരെ, നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ട വളരെ ഒരു സമുദായത്തിന്റെ ചിന്തയെ പിന്നെന്താ പുറത്തു കൊണ്ടുവരുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു കമന്റാണ് ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവരിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നത്. വലിയ ഒരു സമുദായത്തിന്റെ മുമ്പിൽ അവരെ ചിന്തിപ്പിക്കുന്ന, അവരുടെ തച്ചുടച്ച് നിലത്ത് പൊട്ടിച്ചിതറിക്കിടക്കുന്ന വിഗ്രഹങ്ങളെ നോക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ്, ഒന്ന് അവരിലെ വലിയവനാണ് ഇത് ചെയ്തത്, അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് ചെയ്തത്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ സംസാരിക്കുമെങ്കിൽ. അപ്പൊ അവരുടെ വാദം എന്താ? ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം തരും, ഞങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളെ ഉപദ്രവങ്ങളെ തടയും, ഞങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പറയട്ടെ എന്ത്, ഇതാരാണ് ചെയ്തത്? ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വിഗ്രഹങ്ങളോട് ചോദിച്ചു നോക്കിയാൽ ഇവരുടെ ആലിഹത്തുകളാണല്ലോ. അപ്പൊ അവരുടെ ബുദ്ധിയെ, ചിന്തയെ ഉണർത്തുന്ന ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. ഈ വിഗ്രഹങ്ങളോട് ചോദിക്കുക, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ ആളുകൾ പറയട്ടെ, ഈ അസ്നാമുകൾ പറയട്ടെ, വലിയതിന്റെ കയ്യിലാണ് കോടാളിയുള്ളത്, അപ്പൊ ആ വലിയവനോട് ചോദിച്ചു നോക്കുക, അങ്ങനെ മറുപടി തരട്ടെ. കഴിവുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ, ഇതിന്റെ മറുപടികൾ പറയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഈ ചോദ്യം അവർക്കിടയിൽ വലിയ, അങ്ങനെയാണല്ലോ, ചില വലിയ എഫക്റ്റുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നിലനിന്നു എന്നൊക്കെ അടുത്ത ആയത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചോദ്യം നമ്മൾ സൂറത്ത് താഹയിൽ പഠിച്ചിരുന്നു. ഈ സാഹിറുകൾ വന്നപ്പോൾ മത്സരത്തിന് മുമ്പ് അദ്ദേഹം നടത്തിയൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ മുഫസ്സിറുകൾ പറയുന്നത് ചിലപ്പോൾ വളരെ ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ പ്രവാചകന്മാരുടെ വാചകങ്ങൾക്ക് ഒരുപക്ഷെ എന്ത് ചെയ്യും, ഹൃദയത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാകും. അത് പറയുന്ന ആളുടെ ഒരു ആത്മാർത്ഥത കൂടി അതിൽ ഉണ്ട്. ഇപ്പൊ ഈ വയലാണെങ്കിലും മറ്റ് സംസാരങ്ങളാണെങ്കിലും അത് പറയുന്നവന്റെ ഒരു ആത്മാർത്ഥതയും പരിഗണിച്ച് അതിനെന്ത് ചെയ്യും, വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. അപ്പൊ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ പറഞ്ഞ ഈ ചോദ്യവും ഈ പ്രതികരണവും അവർക്കിടയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ആദ്യ സമയത്ത് ഇത് ആദ്യം തൊടുത്തു വിട്ടപ്പോ അവരുടെ ഹൃദയത്തിൽ ഒരു ഇളക്കുണ്ടായി. അതാണ് 64. ഫറജഉ, റജഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മടങ്ങി. റജഉ എന്ന് പറഞ്ഞാല് അവര് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ആ കൗമ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ മടങ്ങി, ഇബ്രാഹിം നബിന്റെ കൗമ. ഫറജഉ, അപ്പോൾ അവർ മടങ്ങി. ഇലാ അൻഫുസിഹിം, ഈ ചോദ്യം, ഈ ഇബ്രാഹിം നബിന്റെ പ്രതികരണം കേട്ടിട്ടാണ്. ഇലാ അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലേക്ക്, അവരുടെ സ്വമനസ്സുകളിലേക്ക് തന്നെ അവർ മടങ്ങി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു എന്ത്? ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, നിശ്ചയമായി നിങ്ങൾ, അൻതുമുൽ ളാലിമൂൻ നിങ്ങൾ തന്നെയാണ് അക്രമികൾ. ആരാണിത് പറഞ്ഞത്? ഇബ്രാഹിം നബിന്റെ കൗമ. ആരോടാ പറഞ്ഞത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു ഒരു മോശപ്പെട്ടൊരു കാര്യം ചെയ്തു, എന്തൊരു ദുൽമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എന്തൊരു വിഡ്ഢിത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവര് പരസ്പരം പറഞ്ഞു എന്ത്, നമ്മൾ എന്തൊരു അക്രമികളാണ് എന്ന്. ആരുടെ ചോദ്യം? ഈ പ്രതികരണം കേട്ടിട്ടാണ്, ഇബ്രാഹിം നബിന്റെ പ്രതികരണം കേട്ടിട്ട് ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഇതാണ് നാട്ടുകാരെ. അവര് മൊത്തം ഇങ്ങനെ ഇളകി നിൽക്കാണ്. അപ്പൊ ഈ വിഗ്രഹങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ല. അപ്പൊ നോക്കിയ, അപ്പോൾ അവർ സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ട് അവർ അന്യോന്യം പരസ്പരം പറഞ്ഞു എന്ത്? ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അക്രമികൾ. ഇവിടെ സ്വന്തത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ റജഉ അലാ അൻഫുസിഹിം. മുഫസ്സിറുകൾ പറയുന്നത് അലിമു അന്നഹും ളാല്ലൂന ഫീ ഇബാദത്തിഹിം. അതിന്റെ ഉദ്ദേശം എന്താണ്? അവരുടെ ആരാധനകളിൽ, ആചാരങ്ങളിൽ അവർക്ക് പിഴവ് വന്നിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കി എന്നാണ് അതിന്റെ ഉദ്ദേശം. റജഉ അലാ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അവർ ചെയ്തു വന്നിരുന്ന ഈ വിഗ്രഹാരാധന തെറ്റായിരുന്നു, പിഴവായിരുന്നു എന്നവർ സ്വയം തിരിച്ചറിയുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഈ ഒരു പ്രതികരണത്തിലൂടെ. എന്നിട്ട് അവര് സ്വകാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണെന്ത്, സ്വയം പറയാണെന്ത്, നമ്മളൊക്കെ എത്ര വലിയ അക്രമികളാണ്, നമ്മൾ എന്താണ് ഈ പണി ചെയ്തത്.
അങ്ങനെ ആ ഒരു സ്വയം പറച്ചിലിന് എത്ര ആയുസ്സുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ ആയുസ്സേ അതിനുണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് ചിലര് സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ഒരൊറ്റ പോക. ചിലത് എന്ത് ചെയ്യും, മനസ്സിലായി പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും, പഴയതിലേക്ക് ഒരു പോക്കുണ്ട്. അങ്ങനെ ഇവർ അധിക സമയം നീണ്ടു നിന്നില്ല, പെട്ടെന്ന് അവർ അടവ് മാറ്റി എന്നാണ് ഖുർആൻ പറയുന്നത്. അടുത്ത ആയത്ത് തന്നെ നോക്കി 65. ശരിക്കും ഈ ആയത്തിൽ നിന്ന് എന്താ കിട്ടിയത്? ആ കൗമ് വലിയൊരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. പക്ഷെ ഈ തിരിച്ചറിവ് നമ്മൾ പറയുന്ന ഒരു ദീർഘമായ കാലം നിലനിന്നില്ല. അവിടുന്ന് തന്നെ അവര് തകിടം മറിയാണ്. അവര് നേരെ തല കുത്തനെയായി മറിയാണ് അവര്. ആദ്യ സമയത്ത് ഇത് പറഞ്ഞെങ്കിലും 65-ാമത്തെ ആയത്തൊക്കെ സുമ്മ എന്ന് പറഞ്ഞാല് പിന്നീട്, നുകിസു നക്കസ എന്ന് പറഞ്ഞാല് കുത്തനെ മറിഞ്ഞു എന്നാണ് അർത്ഥം. കുത്തനെ മറിഞ്ഞു. നുകിസു എന്ന് പറഞ്ഞാൽ അവർ കുത്തനെ മറിഞ്ഞു. തല കുത്തനെ മറിയുന്നതിനൊക്കെയാണ് പറയുന്നത്. ഇവിടെ അടുത്ത അലാ റൂസിഹിം. റഅസ് എന്ന് പറഞ്ഞാൽ എന്താ? തല. റൂസ് എന്ന് പറഞ്ഞാല് അതിന്റെ ജംആണ് തലകൾ. അപ്പൊ റൂസിഹിം അവരുടെ തങ്ങളുടെ തലകളിൽ അവർ കുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? കാര്യം നേരെ തല തിരിച്ചു. ഇപ്പൊ എന്താ ഉള്ളത്? ഇബ്രാഹിം നബിന്റെ പ്രതികരണത്തിൽ ഞങ്ങള് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, അള്ളാഹ് കൊടുക്കേണ്ട ഇബാദത്ത് ഈ കേവലം കാണാത്ത, കേൾക്കാത്ത, സംസാരിക്കാത്ത ഇതിനൊക്കെയാണല്ലോ നമ്മൾ കൊടുത്തത് എന്നവർ പറഞ്ഞെങ്കിലും ഒരല്പസമയത്തിന് ശേഷം അവരെന്ത് ചെയ്തു? പറഞ്ഞത് നേരെ കുത്തനോട് മറിഞ്ഞു. എന്നിട്ട് അവര് പറയാണ് ഇബ്രാഹിം നബിനോട്, എന്ത് ലഖദ് അലിംത, അല്ല ഇബ്രാഹിം നിനക്ക് അറിയില്ലേ? തീർച്ചയായും നിനക്ക് അറിയാമല്ലോ. എന്ത്? മാ ഹാഉലായി, ഇവരില്ല, ഈ കൂട്ടരല്ല, യന്തിഖൂൻ, സംസാരിക്കൂല. ഇവർ സംസാരിക്കൂല, മിണ്ടൂലെന്ന് നിനക്ക് അറിയില്ലേ? നേരെ തലകുത്തനായിട്ട് ചോദിക്കണം. ഇബ്രാഹിം നബി എന്താ ചോദിച്ചത്? അവരിലെ വലിയവനോട് ചോദിക്കുക, അവനാണ് ചെയ്തത്. ഈ വിഗ്രഹങ്ങളോട് ചോദിക്കുന്നല്ലേ? അപ്പൊ അവര് ചിന്തിച്ചു. പക്ഷെ വീണ്ടും അവര് തിരിച്ചു ചോദിക്കണം. എന്ത്? കുറച്ച് സമയത്തിന് ശേഷം, ഈ വിഗ്രഹങ്ങളൊന്നും സംസാരിക്കൂലെന്ന് നിനക്ക് അറിയില്ലേ? സംസാരിക്കൂല ഇതൊന്നും. ഇതൊക്കെ നമ്മൾ ആലിഹത്ത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യൂല, സംസാരിക്കും, പ്രതികരിക്കൊന്നുമില്ല. അതാണ് ലഖദ് അലിംത മാ ഹൗലായി യന്തിഖൂൻ. പിന്നെ ഇവർ സംസാരിക്കുകയില്ലെന്ന്, ഈ വിഗ്രഹങ്ങൾ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ ഇബ്രാഹിം എന്ന അർത്ഥത്തിൽ എന്താണ് അവര് ചോദിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഇവിടെ തുണ്ടം തുണ്ടമായി കിടക്കുന്ന വിഗ്രഹങ്ങളോട് നിങ്ങൾ ചോദിക്കുക എന്ന ആ ഒരു ചോദ്യം വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും, അവർക്ക് വിഡ്ഢിത്തമാണ്, അപാകതയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അവരെന്ത് ചെയ്തു? നിലപാട് മാറ്റാണ്. ജഹാലത്തിലേക്ക് അവർ വീണ്ടും തിരിച്ചു പോവാണ്. അവരുടെ ജാഹിലിയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ്. പെട്ടെന്ന് ആരാധ്യന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവരെന്താണ് അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും അവരെന്താണ് തല കുത്തനെ മറിയാണ്. എന്നിട്ട് ആ കൗമ് പറഞ്ഞാണെന്ത്? ഇബ്രാഹിം നിനക്ക് അറിയൂലേ ഈ വിഗ്രഹങ്ങളും സംസാരിക്കില്ല, പിന്നെന്തിനാണ് ഞങ്ങളോട് ചോദിക്കണത് ഈ ചോദ്യം എന്നാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലര് സത്യം മനസ്സിലാക്കിയാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? വളരെ ഈമാനോടെ, യഖീനോടെ കൂടി അതിൽ ഉറച്ചു നിൽക്കും. വേറെ ചില ആൾക്കാർ മനസ്സിലാക്കിയാൽ അവരുടെ മറ്റു ശീലങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ചില ന്യായങ്ങൾ പറഞ്ഞ് അതിലേക്ക് തന്നെ പോകുന്ന ഒരു ശൈലിയാണ് എന്ത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഈ ഖൗമ് സ്വീകരിച്ചത്. അതാണ് അവർ എതിർത്ത് സംസാരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങൾ. ഇവിടെ ഒന്ന്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ബുദ്ധിപരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ആ ഖൗമിനെ ബോധ്യപ്പെടുത്താണ്. ബിംബാരാധനയുടെ നിരർത്ഥകത ഈ ആയത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വിഗ്രഹങ്ങളെ ഉടക്കുക എന്നുള്ള ദഅവത്തിന്റെ രീതി, ഇത് നമുക്കൊക്കെ അവലംബിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് ഇസ്ലാമികമല്ലാത്ത രാജ്യത്ത് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും 13 വർഷം മക്കയിൽ ജീവിച്ച് കാണിച്ചു തന്നു. അവിടെ കഅബയിൽ എന്തുണ്ട്? വിഗ്രഹങ്ങളുണ്ട്. അതിനെന്ത് ചെയ്തിട്ടില്ല? ഉടച്ചിട്ടില്ല. അപ്പോ ആ രൂപത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന കൃത്യമായ മാതൃകകൾ ഇവിടെ കാണിച്ചു. ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചിട്ടും മക്കയിൽ നബിയോ സഹാബത്തോ എന്ത് ചെയ്തിട്ടില്ല? ഇത്തരം ഒരു രീതി കഅബയിൽ എന്ത് ചെയ്തിട്ടില്ല? അവിടുത്തെ വിഗ്രഹങ്ങളെ തകർത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അമാനി മൗലവി റഹിമഹുല്ല നൽകുന്ന ഒരു വിവരണം അത് അങ്ങനെ തന്നെ വായിക്കാം. വികാരഭരിതരായ ആ ജനങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങളെ കൊണ്ട് ഇത്തരം അക്രമം ചെയ്തവരെ പറ്റി പരസ്പരം അന്വേഷണമായി ആരോ അഭിപ്രായപ്പെട്ടു അത് ഇബ്രാഹിം എന്നു പേരുള്ള ആ ചെറുപ്പക്കാരന്റെ വിക്രിയായിരിക്കും
എന്ന്. അദ്ദേഹം വിഗ്രഹാരാധനയെയും വിഗ്രഹങ്ങളെയും കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വിഗ്രഹങ്ങളോട് ഞാനൊരു തന്ത്രം പ്രയോഗിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. നമ്മളതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവർ അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അദ്ദേഹം കൊടുത്ത മറുപടി ശകലം ബുദ്ധിയുള്ളവരെ ചിന്തിപ്പിക്കാനും വിരൽ കടിപ്പിക്കുവാനും തക്കതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതാ ആ വലിയ വിഗ്രഹം, അയാൾ അതാ മഴുവുമായി നിൽക്കുന്നു. അയാൾ ചെയ്തതായിരിക്കണം ഇത്. ഇവരൊക്കെ നിങ്ങളുടെ ആരാധ്യന്മാരല്ലോ ആണല്ലോ. അറിയുവാനും പറയുവാനും സാധിക്കണമല്ലോ. ഇവർ പറയട്ടെ, ഇവരോട് തന്നെ ചോദിച്ചു നോക്കുവിൻ. കുറിക്കുകൊണ്ട ഉത്തരം. സ്വന്തം ദേഹങ്ങളിൽ നേരിടുന്ന ആപത്ത് പോലും തടുക്കുവാനോ മനസ്സിലാക്കുവാനോ പറഞ്ഞറിയിക്കുവാനും കഴിയാത്ത ആ നിർജീവ വസ്തുക്കളെ ദൈവങ്ങളാക്കി വെക്കുന്നത് കടുത്ത വിഡ്ഢിത്തമാണെന്ന് അപ്പോൾ അവരുടെ മനസാക്ഷി അവരോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ന്യായത്തിന്റെ അജയ്യ ശക്തിക്ക് മുമ്പിൽ അവർ തൽക്കാലമെങ്കിലും ലജ്ജിച്ച് തലകുനിച്ചു. പക്ഷേ താമസിയാതെ അവർ ഭാവം മാറ്റി സംസാരിക്കുവാൻ തുടങ്ങി. ഇവക്ക് സംസാരിക്കുവാൻ കഴിവില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് അവരോട് ചോദിച്ചു നോക്കുവാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തി. ഇവിടെ ഇത് അമാനി മൗലവി ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ കൊടുക്കുന്ന ഭാഗമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ വലിയ മാതൃകകളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ദഅവ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫത്തൻ എന്ന ആ പദം എടുത്ത് വിശദീകരിച്ചു. ആ യുവത്വം എന്നത് നമ്മൾ പ്രത്യേകെടുത്തു. ഇവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രബോധനം എന്ന ഗുണം അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു, അത് പഠിക്കും. സമൂഹത്തിൽ നിന്നും ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ട ഒരു വ്യക്തിത്വമായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ രംഗത്ത് വലിയ രൂപത്തിൽ സജീവമായി മുന്നോട്ട് പോയി, പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി ഒരു ആദർശം ഉൾക്കൊണ്ട് ജീവിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ല സമൂഹത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചത്. ആ ആദർശം സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ മുമ്പ് കാലത്ത് ഈ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് വായിച്ചത് ഓർക്കുന്നുണ്ട്. പിന്നെ ഈ പ്രായമുള്ള ആളുകൾ, ഈ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ഉമർ മൗലവിനോടൊക്കെ വയല് കഴിഞ്ഞാൽ ചോദിക്കും, പിന്നെ എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ എന്ന്. അപ്പൊ ഏറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മര്യാദയ്ക്ക് തൗഹീദ് പറഞ്ഞിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ഇബ്രാഹിം നബി ഇത് പറയാതിരുന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ നിന്ന് തുറന്നു പറയുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി, അള്ളാഹുവിന്റെ സന്ദേശം ഉൾക്കൊണ്ട് അത് മനസ്സിൽ മാത്രം വെച്ചിരുന്നെങ്കിൽ അത് ആരും അറിയുകയോ അവരുടെ എതിർപ്പ് ലഭിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് നൽകുന്ന പാഠം ഇത്, ആദർശം വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു. അതാണ് നമുക്ക് മാതൃക. ഈ ദഅവാ രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് പ്രബോധനം ചെയ്യാന്നുള്ള വലിയ ബാധ്യത. വിഗ്രഹാരാധകനായ സ്വന്തം വാപ്പാന്റെ അടുക്കൽ നിന്നാണ് ദഅവത്ത് തുടങ്ങിയത്. ആദ്യം നാട്ടുകാരോടല്ല പറഞ്ഞത്. സൂറത്ത് മറിയം 42 മുതൽ ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദഅവത്ത് വീട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. റസൂലുള്ളാഹിനോടും പറഞ്ഞത് നിന്റെ അടുത്ത കുടുംബ ബന്ധമുള്ളവരോട് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ആദ്യം പ്രവാചകൻ നടത്തിയ രഹസ്യ പ്രബോധനം 3 വർഷമായിരുന്നു. പരസ്യമായിട്ട് ആദ്യം ദഅവത്ത് നടത്തിയത് കുടുംബക്കാരോടാണ്. അശീറത്ത് എന്ന് പറഞ്ഞ കുടുംബമാണ്. ഇവിടെ ഇബ്രാഹിം നബിയുടെ ദഅവത്ത് എന്താ? സൂറത്ത് മറിയം 19:42 ഇദ് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അവിടെ യാ അബത്തി, എന്റെ പൊന്നു വാപ്പ. യാ അബി എന്ന് വിളിച്ചാല് എന്തായി, എന്റെ വാപ്പാന്നായി. പക്ഷെ അബത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒന്നുകൂടി സ്നേഹത്തിൽ ചാലിച്ച ഒരു വിളിയാണത്. യാ അബത്തി, എന്റെ പൊന്നു വാപ്പ. വിഗ്രഹാരാധകനായ ആസറിനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഭിസംബോധന ചെയ്തത്. ഒരു സ്നേഹത്തോടുകൂടി ഒരു മകന്റെ സംസാരം ദഅവയാണ്. ലിമ തഅബുദു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു, ഒന്നും കാണാത്ത ഒന്നും കേൾക്കാത്ത, വലാ യുഗ്നി അൻക ശൈഅ, ഒരു ഉപകാരവും താങ്കൾക്ക് ചെയ്യാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വീണ്ടും അദ്ദേഹം പറഞ്ഞു, തങ്ങളുടെ വിശ്വാസം വെടിഞ്ഞ് എന്നെ നിങ്ങൾ യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എന്റെ പൊന്നുവാപ്പ എനിക്ക് ഒരു അറിവ് വന്നു കിട്ടിയിരിക്കുന്നു. മാലം യതിക, താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്തത്. ഫത്തബിഇനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റുക. അഹ്ദിക സിറാത്തൻ സവിയ, ഞാൻ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വിഗ്രഹാരാധന അല്ലല്ലാത്തവർക്കുള്ള ആരാധന എന്താണെന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്.
ഇതേ ആയത്തിന്റെ തുടർച്ചയാണ് 44. എന്താ? യാ അബതി, എന്റെ പൊന്നു വാപ്പാ, ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാനിനെ ആരാധിക്കരുത്. രണ്ട് കാര്യമാണ്. ഒന്ന്, അല്ലാത്തവരെ ആരാധിക്കുന്നത് എന്താണ്? ഒരു ശൈത്വാനിയത്താണ്. അല്ലാത്തവരെ ആരാധിക്കുന്നത് പിശാചിനുള്ള ആരാധനയാണ് എന്നും ഈ ആയത്തിൽ നിന്ന് കിട്ടി. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ, തീർച്ചയായും പിശാച് റഹ്മാനിനോട് ധിക്കാരമുള്ളവനാണ്. അതേപോലെ വിഗ്രഹാരാധകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞ സംസാരം സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകും വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ. മുംതഹനയിലെ 4-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നിങ്ങളുമായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായിരിക്കുന്നു. നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ വേർതിരിവ് ഷിർക്കിന്റെയും തൗഹീദിന്റെയും ഇടയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തി. അതേപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ അദ്ദേഹത്തിന്റെ ദഅവയൊക്കെ വളരെ ചിന്തിപ്പിക്കുന്ന ദഅവത്താണ്. സൂറത്തു അൻആമിലെ 76 മുതലുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി നാട്ടുകാരോട് നക്ഷത്രങ്ങൾ നോക്കി പറഞ്ഞ സംസാരങ്ങൾ കാണാം. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ലാഫിലീൻ. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ട് മൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇതാണ് എന്റെ റബ്ബ്. അദ്ദേഹം നാട്ടുകാരോട് പറയണ ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. എന്നിട്ട് ഖുർആൻ പറയാണ് ഫലമ്മ അഫല, നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയപ്പോ അദ്ദേഹം പറയാണ് ലാ ഉഹിബ്ബുൽ ആഫിലീൻ, നക്ഷത്രങ്ങൾ മറഞ്ഞു പോകുന്ന മാഞ്ഞു പോകുന്ന ദൈവങ്ങളോ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാഞ്ഞു പോകുന്ന ദൈവങ്ങളോ. വീണ്ടും അദ്ദേഹം പറഞ്ഞു ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി, ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്. ഫലമ്മാ അഫല, അത് അസ്തമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ളാലീൻ. അദ്ദേഹം പറഞ്ഞു എന്റെ റബ്ബ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴി പിഴച്ച ഒരു ജനവിഭാഗത്തിൽ പെട്ടവനായിരിക്കും. വീണ്ടും അദ്ദേഹം പറഞ്ഞതാ ഫലമ്മാ റഅശംസ ബാസിഗ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതാണ് ഫലമ്മാ അഫലത്ത് ഖാല യാ ഖൗമി ഇന്നി ബരിയും മിമ്മാ തുശ്രികൂൻ, ഇവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. അപ്പൊ എല്ലാം ബുദ്ധിയോടാണ് സംസാരിച്ചത്. ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി, നക്ഷത്രങ്ങളെ നോക്കി. ആരോടാണ് പറയുന്നത്? സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരോട് പറയണത്. ആദ്യം എന്റെ റബ്ബ് എന്ന് പറയാണ്. എന്തിനാണ്? ഇബ്രാഹിം നബി യാഥാർത്ഥ്യം പറഞ്ഞാണോ? അല്ല, ഇത് അസ്തമിച്ചപ്പോ ഇത് റബ്ബാകാൻ കൊള്ളൂലെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ്. അതൊരു ബുദ്ധി, വളരെ ഹിക്മത്തോടെയുള്ള ഒരു ദഅവയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ട് അവസാനം അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ, തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനേ അല്ല. അദ്ദേഹം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു. അപ്പൊ ആരാധിക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോ അവര് പറഞ്ഞ സംസാരം എന്താ? സൂറത്തു ശുഅറായിൽ കാണാം വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. അദ്ദേഹം വാപ്പയോടും ജനതയോടും ചോദിച്ചു എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഖാലൂ നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ അസ്നാമുകളെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അതിനെ ഇഅ്തികാഫിരിക്കുകയാണ്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുമോ?
അവര് പറഞ്ഞെന്താ, ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമോ നിങ്ങളെ ഉപദ്രവിക്കുമോ? ഖാലു, അവര് പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ വാപ്പമാർ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത്. കദാലിക യഫ്അലൂൻ, ഞങ്ങളത് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. അവരുടെ മറുപടിയാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിക്കുകയും മാർഗം കാണിക്കുകയും ചെയ്തവനാണവൻ. വല്ലദീ ഹുവ യുത്ഇമിനി വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. വൈദാ മരിളുതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗമായാൽ ശിഫയാക്കുന്നവനാണവൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണവൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതിയതി യൗമദ്ദീൻ, നാളെ പരലോകത്ത് എനിക്ക് പാപം പുറത്തരുന്നവനാണ് അവൻ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദഅവയുടെ വ്യത്യസ്ത ശൈലികൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മുടെ ദഅവ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനോട് പോലും പറഞ്ഞു, ആയത്ത് ഞാൻ പറയില്ല, അദ്ദേഹം പറഞ്ഞെന്താ, അള്ളയാണ് മരിച്ചോരെ ജീവിപ്പിക്കുന്നവൻ, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളയാണ്. അപ്പൊ നമ്രൂദ് പറഞ്ഞെന്താ, രണ്ടാളെ കൊണ്ടുവന്നു, ഒരാളെന്ത് ചെയ്തു, വെട്ടിക്കൊന്നു, എന്നിട്ട് ഒരാളെ ജീവനോടെ വിട്ടു, ഞാനും എന്ത് ചെയ്യും, മരിപ്പിക്കും ജീവിപ്പിക്കും. അവിടെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഇബ്രാഹിം നബി ചോദിച്ചത്, ഉടനെയാണ് ചോദ്യം, സ്പോട്ടിലാണ് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം. എന്താ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശംസിനെ എവിടുന്ന് കൊണ്ടിരുന്നു, മിനൽ മശ്രിഖ്, കിഴക്കു നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, അതിനെ മഗ്രിബിൽ നിന്ന് കൊണ്ടുവരുമോ എന്നാണ് ചോദ്യം. അതൊരു വല്ലാത്ത ചോദ്യമാണ്. സൂര്യനെ മഗ്രിബിൽ നിന്ന് കൊണ്ടുവരാൻ നമ്രൂദിന് പറ്റുന്നതാണ്. അപ്പോഴാണ് ഫബുഹിത്തല്ലദീ കഫർ, ആ നിഷേധിയുടെ ഉത്തരം മുട്ടി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ബുദ്ധിയോടാണ് അദ്ദേഹം സംസാരിച്ചത്. അതേപോലെ ആ സംസാരങ്ങളിലൊക്കെ നമുക്ക് ഈ രംഗത്ത് നമുക്ക് പ്രബോധനം ചെയ്യാനുള്ള കാരണം നന്മ ഉദ്ദേശിച്ചു മാത്രം, നമുക്ക് ആരെയും പിന്നെ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ എന്നല്ല. അവിടെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ടല്ലോ, സൂറത്ത് മറിയം 45, യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് പടച്ചോനെ ഞാനിത് പറയുന്നത് എന്നാണ്. അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രബോധനം വാശിയോ വൈരാഗ്യമോ മത്സരമോ ശക്തി പ്രകടനമോ ആയിരുന്നില്ല. അല്ലാത്തവർ ആരാധിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയുടെ കാഠിന്യമാണ് അവർ ബോധ്യപ്പെടുത്തിയത് ഈ തൗഹീദ് പറയുമ്പോൾ. അപ്പൊ അവരോടുള്ള അങ്ങേറ്റ ഗുണകാംക്ഷ നസീഹത്താണ് നമുക്ക് സമൂഹത്തോട് ഉണ്ടാവേണ്ടത്. എത്ര പ്രയാസം സഹിക്കേണ്ടി വന്നാലും ദഅവ നടത്താൻ അദ്ദേഹം തുനിഞ്ഞ ഈ രംഗത്തെ വലിയ സേവനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മാതൃകയാവണം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ധാരാളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദഅവ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, അതൊരു മാതൃകയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അവർ അകപ്പെട്ടു പോയതിന്റെ ഭയാനകത തിരിച്ചറിയാത്തത് കൊണ്ടാണ് പ്രബോധനം ചെയ്യുമ്പോൾ പലരും എന്ത് ചെയ്യുന്നത്, നമ്മെ പലരും പിന്നെ അതിൽ ഇറങ്ങാത്തത്. അപ്പോ അവർ പോകുന്ന ആ നരകത്തിന്റെ ആഴം, അതിന്റെ ഭീതി, അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മുടെ ദഅവ. അപ്പൊ അത് ബോധ്യപ്പെടും വരെ അവരെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിനാണ് നമ്മൾ ആദർശ സമ്മേളനങ്ങള് പിന്നെ തസ്ഫിയകളൊക്കെ വെക്കുന്നത്. അതിനാണ്. അപ്പൊ മൊയ്തി ശേഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ വിളിക്കണ വല്യമ്മമാർ ഇന്നും നമ്മുടെ നാടുകളിൽ ചരട് കെട്ടിയവർ, അതിൽ തവക്കുലാക്കുന്നവർ, രോഗം മാറാൻ, പേടി മാറാൻ, മക്കളെ കിട്ടാൻ ജാറങ്ങളിൽ മഖബറകളിൽ പോകുന്നവരൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ സ്നേഹത്തോടെ അത് തിരുത്തി കൊടുക്കാൻ, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിന് ഒരു സ്റ്റേജ് കെട്ടി വയല് പറയാന്നുള്ളൊരു ദഅവ മാത്രമാണോ? അല്ല, വയല് പറയാൻ പറ്റുന്നവരുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി ചെയ്തത് അവസരങ്ങളെ പിന്നെ സന്ദർഭങ്ങളെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ ഒരു സന്ദർഭം വരുമ്പോൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഒരു കമന്റ് പാസ്സാകും. അവിടെ ചിന്തിക്കണവൻ എന്ത് ചെയ്യും, ആ സമയത്തൊന്ന് കത്തും. അങ്ങനെയാണല്ലോ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കത്തിയത് ആ കപ്പൽ യാത്രക്കിടയിലാണല്ലോ സംഗതി കത്തിയത്. കപ്പിത്താൻ പറഞ്ഞപ്പോ അതുവരെ ഒരു വയലും റസൂലുള്ളാഹിന്റെ വയലൊന്നും എവിടെ എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു കപ്പിത്താൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, കത്തി. അപ്പൊ ചിലപ്പോൾ വയലൊന്നും ഇരിക്കൂല. നമ്മളിങ്ങനെ കല്യാണ വീട്ടിലിരിക്കുമ്പോ, ഒരു മരിച്ച വീട്ടിലിരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോ അവിടെ ഒന്ന് ഒരു തിരുത്ത് നടത്തിയാൽ ചിലപ്പോൾ അതായിരിക്കും ഒരു പേഴ്സണൽ ദഅവ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ.
ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, ആ സുഹൃത്ത് ബന്ധങ്ങളെ ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് പ്രബോധനം ചെയ്താൽ സമൂഹത്തിൽ നമുക്ക് അതിൻ്റെ വലിയ റിസൾട്ടുകൾ നമുക്കുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിൻ്റെ വലിയ വളർച്ചയുണ്ടായത് നമ്മുടെ നാട്ടിലെ പൊതുപരിപാടികളിലൂടെയാണ്, ദഅവകളിലൂടെയാണ്, ഇത്തരം ആദർശ സമ്മേളനങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യണം, ആ രംഗത്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ മുന്നിൽ വരാനുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ സന്ദേശം ആളുകളിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. അതിൻ്റെ വിവരം, അതിൻ്റെ ക്ഷണം ആളുകളിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. അത് എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മുടെ ഒരു ബാധ്യതാ നിർവഹണമാണ് യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അലി റളിയല്ലാഹുവിന്റെ ഒരു വാക്ക്, അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖൈബർ യുദ്ധത്തിന്റെ തലേ ദിവസം ഇമാം ബുഖാരിയുടെ 3009 ഹദീസ്, ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, ഒരു വ്യക്തി നീ കാരണം ഹിദായത്ത് നേടിയാൽ, ഖൈറുൽ ലക മിൻ യകൂന ലക ഖുമുറുൻ നഅം, ഒരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്. നീ കാരണം ഒരാൾ ഹിദായത്തിന്റെ, തൗഹീദിന്റെ, അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് വരിക എന്നത്. ഒരു ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും മുന്തിയ ഒരു വാഹനം നമ്മൾ എടുത്തോ, ഇന്ന് നാട്ടില് നിലവിലുള്ള ഏറ്റവും മുന്തിയ വിലപിടിപ്പുള്ള ഒരു വാഹനം, അത് നമുക്ക് ഫ്രീ ആയിട്ട് തരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കോടികളുടെ വിലയുള്ള. അതിനേക്കാൾ ഖൈറാണെന്ത്, നീ കാരണം ഒരാൾ ഈ തൗഹീദ്, ഈ അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് കടന്നു വരിക കാരണമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല, നമ്മൾ സ്റ്റേജ് കെട്ടി നമുക്ക് പറയാനുള്ളതാണ് സ്റ്റേജ് എന്ന് പറയണത്, നമ്മുടെ ആദർശം. അപ്പൊ നമ്മൾ കാരണം അതിന്റെ ഒരു നോട്ടീസ് കണ്ട്, ഒരു വാട്സപ്പിലെ ഒരു പോസ്റ്റർ കണ്ട്, അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് കേട്ട്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്നത്. എറിയാൻ വന്നവനൊക്കെ മുജാഹിദായതില്ല, എത്രയോ അനുഭവങ്ങളില്ല. സ്റ്റേജ് പൊളിക്കാൻ വന്നവനാണ്, പൊളിക്കാൻ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, വാല് കേട്ടത്. പൊളിക്കാൻ വന്നിട്ടില്ല, കേൾക്കൂലായിരുന്നു. പിന്നെ സ്റ്റേജ് കെട്ടിയത് മൂപ്പരാണ് അതേ സ്ഥലത്ത്. അങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയാണ് ഈ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ, ആ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത് പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ദഅവാ രംഗത്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.